പെട്ടെന്ന് ഒരു സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാലേ നോക്കുമ്പോ ഹരിജി അല്ല. അപ്പൊ നീയാണോ അപ്പൊ പാടിയേ? മനവ്യാലക്കിൻ ചരാതടേ മനവ്യാലക്കിൻ ചരാതടേ. It gives a different goosebumps. How do you do that? നന്നായിട്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ വന്നവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം. ആ ഫീലിംഗ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ കാലത്തും. സീതാ കല്യാണം 500-600 വർഷത്തിൽ കൂടുതലായി, ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു മെസ്സഞ്ചർ, ഞങ്ങളും അതിലൊരു മെസ്സഞ്ചർ. ഗ്രാമി ഈസ് കോമ്പീറ്റഡ് ബൈ ദ ബെസ്റ്റ് ഓഫ് മ്യൂസീഷ്യൻസ് അക്രോസ് ദ ഗ്ലോബ്. പക്ഷേ ഗ്രാമി പോലത്തെ ഒരു അവാർഡിലേക്ക് നമ്മൾ കോണ്ടന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. അത് ശരിക്കും ഒരു മിത്താണ്. അങ്ങനെ ചില മ്യൂസിക്കായിട്ട് സിങ്ക് ആവില്ല നമുക്ക് തോന്നുന്നു, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. Every art, no matter how big or how small the artist is bound to be criticized for what they create. Music മാത്രമായിട്ട് എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബോറടിക്കും. The wildest fan moment, biggest misconception, the worst advice you got? To follow my passion. We have Harish Shivaramakrishnan today with us. Welcome to Frame Game by FrameX Studio. How are you, Harish? അയർലൻഡിലൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്? Very nice. Been traveling. വന്നിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് അല്ലേ? Yeah, once. 3 years മുമ്പ്. But happy to be here. We are also happy to see Agam band and also you after a long time. So I'm sitting in front of a man who make wonders in music. Do you agree? I don't know. You don't know? I wouldn't claim any of that. എനിക്ക് തുടങ്ങാനുള്ളത് അകത്തിനെ കുറിച്ചാണ്. അകത്തുനിന്ന് നമുക്ക് തുടങ്ങാം. ഞാനപ്പോൾ അകത്തിനെ കുറിച്ച് ഞാനിങ്ങനെ ഒന്ന് ഹോംവർക്ക് ചെയ്യുമായിരുന്നു. എങ്ങനെയായിരുന്നു അകം എന്ന് പറയുന്ന പേര് ഉത്ഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഞാൻ കാണുകയുണ്ടായി ഷൊർണൂരിൽ നിന്നാണ് ഹരീഷ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ പൂരം അല്ലെങ്കിൽ തെയ്യം പോലത്തെ ഹാർട്ട് ഫോംസ് നിന്ന് വന്നൊരു ഇതാണ് ഐഡിയ ആണ് അകം. അപ്പം ദാറ്റ് വാസ് യുവർ ഐഡിയ അല്ലേ? പേര് വെച്ചത് ഞാനല്ല, പേര് കീബോർഡിസ്റ്റാണ് വെച്ചത്. അതിന്റെ ലോഗോ ആണ് ഞാൻ ചെയ്തത്. ഉപയോഗിക്കുന്ന തെയ്യത്തിന്റെ മോണിക്കർ ഉപയോഗിക്കുന്നത് അങ്ങനെ ആ പേരിനോട് സൂട്ടബിൾ ആയിട്ട് വരുന്നുള്ളതുകൊണ്ട് ആ ലോഗോ ആദ്യത്തേത് അങ്ങനെ ഡിസൈൻ ചെയ്യിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു പണ്ട് ചെയ്തപ്പോൾ. അതിന് കുറേ തവണ അത് മെറ്റമോർഫോസൈസ് ചെയ്ത് മാറിയിട്ടുണ്ട്. ബട്ട് ദ കോർ ഐഡിയ ഹാസ് യെസ്. നിങ്ങളുടെ ബാൻഡിനെ കുറിച്ച് ഒത്തിരി വെളിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതായത് ബാൻഡ് മെമ്പേഴ്സ് എങ്ങനെയായിരുന്നു നിങ്ങൾ മീറ്റ് ചെയ്തത്? ഇത്രയും ഈ എല്ലാവരും പല ആളുകളെ മീറ്റ് ചെയ്ത ഒരു ബാൻഡ് ഉണ്ടാവും, അതെങ്ങനെയായിരുന്നു? Can you introduce your band? ഓൾമോസ്റ്റ് എല്ലാവരും ഒരു കോമൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന 3 പേര് ഞങ്ങൾ കോളേജിൽ നിന്ന് തുടങ്ങിയതാണ്. എൻ്റെ 2 ജൂനിയേഴ്സും ഞാനും കൂടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ തന്നെ തുടങ്ങി. പിന്നെ വന്നതും പ്രവീൺ ജോയിൻ ചെയ്ത്, ഗിറ്റാറിസ്റ്റ് പ്രവീണും എൻ്റെ ജൂനിയറാണ് കോളേജിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ 4 പേരും ഓൾമോസ്റ്റ് കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയം, ബാൻഡ് എന്നുള്ള രീതിക്കല്ല, അല്ലാതെ തന്നെ വർഷങ്ങളായിട്ടുള്ള പരിചയം, കോളേജിൻ്റെ സമയത്ത് തൊട്ടുള്ള പരിചയമുണ്ട്. ആൻഡ് ബിയോണ്ട് ദാറ്റ് ഓൾസോ വി ഹാവ് സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ. ബാൻഡ് ഇങ്ങനെ ചാൻസ് ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തൊരു ബാൻഡ് ഫോം ചെയ്തതല്ല. ദാറ്റ്സ് എ സ്റ്റോറി ഫോർ മോസ്റ്റ് ഓഫ് ദി ബാൻഡ്സ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രീ മെഡിറ്റേറ്റഡ് ഐഡിയ ഒന്നും അല്ലല്ലോ ഒരു മ്യൂസിക്കൽ ഐഡിയ. അങ്ങനെ വരില്ലല്ലോ, ഒരു ചാൻസ് ആയിട്ട് വരുന്നതല്ലേ. സോ ഇറ്റ് ഹാപ്പൻഡ്. ആൻഡ് ദെൻ ലൈക്ക് അതിനുശേഷം പിന്നെ സ്വാമിയെ കണ്ടുമുട്ടി. ഹി വാസ് വൺ ഓഫ് മൈ, എൻ്റെ ബാൻഡ്മേറ്റ്സിൻ്റെ കൊലീഗായിരുന്നു ഓഫീസിൽ. അങ്ങനെ പുള്ളിയെ കണ്ടുമുട്ടി. അങ്ങനെ വന്നതാണ്. ആൻഡ് വി വർ ഫ്രണ്ട്സ് ഫോർ എ വെരി ലോങ് ടൈം ഈവൻ ബിഫോർ വി സ്റ്റാർട്ടഡ് പ്ലേയിങ് മ്യൂസിക്. സോ just happened. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രീ മെഡിറ്റേഷൻ ഇല്ല അതിൽ. ഇറ്റ് ജസ്റ്റ് കെയിം ടുഗദർ. പ്രോഗ്രസീവ് റോക്ക് പ്ലസ് കർണാട്ടിക് മ്യൂസിക്, അത് ആ സമയത്ത് ഒരു റെയർ, അതായത് 2003 ഇത് വന്ന സമയത്ത് ഒരു റെയർ മിക്സ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും അത് വർക്കായ സമയത്ത് ഒരു ആഹാ മൊമെൻറ്റ്, അങ്ങനെ ഒരു മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ വെൻ ഇറ്റ് വർക്ക്ഡ്? No, it took its time, to be very honest. And നമുക്കിപ്പം ഇന്ത്യയിൽ സ്പെസിഫിക്കലി കുറേ ആർട്ടിസ്റ്റുകൾ, ഞങ്ങൾ ബേസിക്കലി 2003 തുടങ്ങിയെങ്കിലും ഒരു 2010 ഒക്കെ ആയപ്പോഴാണ് എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടൊക്കെ ഒരു പബ്ലിക് ഫേസിംഗ് ആയിട്ടൊക്കെ പ്ലേ ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കൊക്കെ 2009-10 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ദ ഫസ്റ്റ് 6 years there was music being made. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആക്റ്റീവ് ടൂറിംഗ് ഒന്നും ഉള്ള സമയമായിരുന്നില്ല. 2010 ഒക്കെ ആയപ്പോഴാണ് വി സ്റ്റാർട്ടഡ് ഡൂയിങ് സംതിങ് meaningfully, like there was an audience to play to, and there were probably concerts we were getting invited to. I think it took its time. I think തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പുതിയ സൗണ്ട് എപ്പോഴും ഒരു ഫാസിനേഷൻ ആണല്ലോ, more than whether it is working or not. People
get fascinated by something that was not heard before. So ആ ആസ്പെക്റ്റിൽ ഐ തിങ്ക് we were fortunate. കാരണം തുടങ്ങിയപ്പം ആ ഒരു that sort of a sound design was not very common back in the day when we started. So yeah, so പിന്നെ അത് ഒരു ഓഡിയൻസ് പ്രൊഫൈലൊക്കെ ബിൽഡായി, പിന്നെ ഒത്തിരി പേരൊക്കെ കേട്ട് അങ്ങനെ it took its time. അങ്ങനെ ഒരു ഭയങ്കര ഒരു സിംഗുലർ മൊമെന്റ് ഐ ഡോണ്ട് തിങ്ക് ഡിഫൈൻ ചെയ്യില്ല അതിനെ. ബട്ട് ദ ഗുഡ് പാർട്ട് വാസ് ദാറ്റ് ഇറ്റ് സ്റ്റെഡിലി ഗ്രൂ ആൻഡ് we got people to listen to it, people started liking it, and then naturally the word spread and we started getting more opportunities. അപ്പോൾ ഒരു സ്റ്റഡി പ്രോഗ്രസ് ആയിരുന്നു, ഒരു സഡൻ മൊമെന്റിൽ ട്രാൻസ്പയർ ആയ ഒരു സംഭവമല്ല. അല്ല, നമ്മൾ ഈ ഇങ്ങനൊരു ഒരു ഒരു വന്ന സമയത്ത് ഈ പ്രോഗ്രസീവ് റോക്ക് പ്ലസ് കർണാട്ടിക് എന്ന് പറയുന്ന ഒരു റയർ മിക്സ് വന്ന സമയത്ത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അതേപോലെ പോസിറ്റീവ് ഇതും ഉണ്ടായിട്ടുണ്ടാവാം. എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ക്രിറ്റിസിസം ഇല്ലാത്ത ഒരു ആർട്ട് എനിക്ക് തോന്നുന്നത് ഇമ്പോസിബിൾ ആണ്. സോ പ്രോബ്ലി എവറി ആർട്ട്, നോ മാറ്റർ how big or how small the artist is bound to be criticized for what they create. അപ്പോൾ ക്രിറ്റിസിസം അക്നോളജ്മെൻറ്റ് പോലെ തന്നെ ഒരു ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ക്രിറ്റിസിസം തുടങ്ങിയപ്പോൾ മാത്രമല്ല, ക്രിറ്റിസിസം കണ്ടിന്യൂസ്. അപ്പോൾ അത് ത്രൂ ദ പ്രോഗ്നോസിസ് യു ഓൾവേസ് വിൽ ഹാവ് പീപ്പിൾ ഹു സപ്പോർട്ട് ദി ആർട്ട് യു ആർ ക്രിയേറ്റിംഗ്, ആൻഡ് കുറച്ച് പേർക്കൊക്കെ നാച്ചുറലി അതിനോട് എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ ക്രിറ്റിസിസവും വരും. അപ്പോൾ ക്രിറ്റിസിസം എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിന് അതിനെ ഒഴിവാക്കിയിട്ട് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ, മ്യൂസീഷ്യൻസിന് മാത്രമല്ല, പെയിൻറ്റേഴ്സ് ആണെങ്കിലും പ്ലേ റൈറ്റേഴ്സ് ആണെങ്കിലും സ്ക്രീൻ റൈറ്റേഴ്സ് ആണെങ്കിലും ഫിലിം ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും നാച്ചുറലി ഒരു പബ്ലിക് ഡൊമൈനിൽ ഒരു ആർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പം നാച്ചുറലി ക്രിറ്റിസിസവും സപ്പോർട്ടും രണ്ടും നമുക്ക് കിട്ടും. അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. ക്രിറ്റിസിസം ഇസ് എ യൂസ്ഫുൾ ടൂൾ. കാരണം നല്ല ക്രിറ്റിസിസം നമ്മളെ ഒരുപാട് മാറ്റി ചിന്തിക്കാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്രിറ്റിസിസത്തിന് തന്നെ സപ്പോർട്ട് പോലെ തന്നെ ക്രിറ്റിസിസത്തിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. കാരണം മൈൻഡ്ലെസ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു മൈൻഡ്ലെസ് ആയിട്ട് ഒരാളുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും അതിനെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഫുൾ സ്പെക്ട്രം എല്ലാത്തിലും സപ്പോർട്ടിലും ഉണ്ടാവും. ചില ക്രിറ്റിസിസം എന്ന് പറയുന്നത് മൈൻഡ്ലെസ് ക്രിറ്റിസിസം, പ്രത്യേകിച്ചൊരു വാല്യുബിളൊന്നും അല്ലാത്ത ക്രിറ്റിസിസം പോലെ തന്നെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് വളരെ വെൽ സ്റ്റഡീഡായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന രണ്ട് സ്പെക്ട്രമും ഉണ്ട്. നമ്മൾ ഈ വളരെ മൈൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ഫാനിസവും വളരെ മൈൻഡ്ലെസ് ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടും. കാരണം അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഗെയിൻ ചെയ്യാനില്ല. മൈൻഡ്ലെസ് സപ്പോർട്ടും മൈൻഡ്ലെസ് ക്രിറ്റിസിസവും, മൈൻഡ്ലെസ് സപ്പോർട്ട് ഗിവ്സ് യു അറ്റ്ലീസ്റ്റ് ദ ബെനിഫിറ്റ് ഓഫ് കോൺഫിഡൻസ്. മൈൻഡ്ലെസ് ക്രിറ്റിസിസം ഇസ് നോട്ട് വെരി വാല്യൂബിൾ. ഒരു ആർട്ടിസ്റ്റിനും അത് വാല്യൂബിൾ അല്ല. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യില്ല. കുറച്ചും കൂടിയും വാല്യൂബിൾ ആയിട്ടുള്ള ക്രിറ്റിസിസത്തിലേക്ക് ഫോക്കസ് ചെയ്യും. പിന്നെ ഒരു ക്രിറ്റിസിസം വഴിക്ക് നരേറ്റീവ് ഫോം ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ തടയേണ്ട ആവശ്യമുണ്ട്. കാരണം ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആഡ് ഹോമിനോ അല്ലാതെ മെറിറ്റിലേക്കായിരിക്കണം. ഒരു ആർട്ടിൻ്റെ മെറിറ്റിനെയാണ് ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്. ആർട്ടിസ്റ്റിനെയോ ആർട്ടിസ്റ്റിനെ ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെയോ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും ബിലീഫ് പ്രിൻസിപ്പിൾസിനെയൊക്കെ ആയിട്ട് ആ ക്രിറ്റിസിസം മാറുമ്പോൾ അതിന് ആർട്ടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ അതിനെ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് സമയാസമയത്ത് ചെയ്യാറുണ്ട്. നമ്മൾ റോക്ക് ബാൻഡിൽ ഒരു ഐഡൽ ഉണ്ടെങ്കിൽ ആരായിരിക്കും ഹരീഷിന് റോക്ക് ബാൻഡിൽ? ഞാൻ അങ്ങനെ റോക്ക് ഒത്തിരി കേൾക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഞാൻ അറിയണമെന്നില്ല. പക്ഷെ എങ്കിലും ഐ വുഡ് ലൈക്ക് ടു നോ ഫ്രം നമ്മളൊക്കെ ഇപ്പം ഞാനിപ്പോൾ എത്ര ഐ എം 45 years old. ഒത്തിരി വർഷമായിട്ട് പാട്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ് ടു ഹാവ് ഹേർഡ് സോ മച്ച് മ്യൂസിക്. എല്ലാം നമ്മളൊക്കെ പറയുമ്പം കാസറ്റ് ജനറേഷൻ ടു CD ജനറേഷൻ ടു MP3 ടു സ്ട്രീമിംഗ് ടു യൂട്യൂബ് എല്ലാം കിട്ടിയ ഒരു ജനറേഷനാണ് നമ്മളുടേത്. ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു ജനറേഷനാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ദ യൂഷ്വൽ വൺസ് ലൈക്ക് മൈക്കിൾ ജാക്സൺ. ഒത്തിരി മൈക്കിൾ ജാക്സൺ ഇഷ്ടമല്ലാത്ത ഒരു റോക്ക് എന്നൊന്നും പറയുന്നില്ല, ഒരു ഗ്ലോബൽ മ്യൂസിക് ഫിനോമിനൻ മൈക്കിൾ ജാക്സൺ, മെഡോണ, ടു സം എക്സ്റ്റെൻറ്റ് ലൈക്ക് ബി.ജി.'സ്, ആബ, ആ ഒരു പീരീഡ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ കോളേജിലൊക്കെ എത്തിയപ്പം അയൺ മെയ്ഡൻ, റഷ്, ഡ്രീം തിയേറ്റർ. പിന്നെയും കുറച്ച് കാലം പോയപ്പോൾ കുറച്ചും കൂടി മോഡേൺ ബാൻഡ്സ് വന്നു. ഇപ്പോൾ ഓപ്പെത്ത്, ടൂൾ, സ്നാക്കി പപ്പി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കൊരു മ്യൂസീഷ്യൻ ഒരു സിംഗുലർ ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഇൻഫ്ലുവൻസ് നിന്ന് വരുന്നതല്ല. നമ്മൾ ഒത്തിരി മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ ഫാസിനേറ്റ് ആവും. കാരണം എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്, എത്രത്തോളം ആർട്ടിൽ നമുക്ക് ഇൻസ്പയർ ആവാനുണ്ട് എന്നുള്ളത് നമുക്ക്. പിന്നെ സെക്കൻഡ്ലി ഇൻ്റർനെറ്റ് ഭയങ്കര ഒരു പോസിറ്റീവ് മാർക്കറാണ്. കാരണം എനിക്കൊരു പക്ഷേ എൻ്റെ ഒരു ടീനേജിലൊന്നും ആക്സസ് അത്രയും
ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Yeah. ഒരു ഗ്ലോബൽ എത്ര ആർട്ടിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്കിലേക്ക് നമുക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ഒരു സമയം. അപ്പോൾ നാച്ചുറലി ആർട്ട് ഭയങ്കര എൻറിച്ച് ആവുന്നൊരു സമയം. അപ്പോൾ എനിക്ക് ത്രൂ ഓൾ ദീസ് പീരീഡ്സ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇതുവരെ എത്തുന്നത്. രംഗപൂര, മനവ്യാളകൻ, അല്ലെങ്കിൽ സീതാ കല്യാണ, അത് അങ്ങനെയുള്ള ഇത് ഈ പാട്ടുകളെല്ലാം ഹരീഷ് റീവിസിറ്റ് ചെയ്ത സമയത്ത് and you bring it to the audience, it gives a different goosebumps. Like എനിക്ക് പ്രത്യേകിച്ച് whenever I hear അതെങ്ങനെയാണ് അതിനെ നോക്കിക്കുക, and how do you do that? സി ലുക്ക്, ഈ പാട്ടുകളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പക്ഷെ നമ്മൾ കേട്ടിട്ട് ചിലപ്പോൾ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ തിരക്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓർ വി ആർ സബ്ജക്റ്റഡ് ടു സോ മച്ച് മ്യൂസിക്, ഒന്നിലേക്കും ഒരുപാട് സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പം നമ്മൾ. ചിലപ്പോൾ ചില പാട്ടുകൾ കേൾക്കും, അത് മൈൻഡിൽ രജിസ്റ്റർ ആവും, പക്ഷെ പിന്നെ വി മൂവ് ഓൺ, നമ്മൾ വേറെ പാട്ടുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ പുതിയ മ്യൂസിക് കേൾക്കുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ നമുക്ക് ലോജിക്കലി ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടാറില്ല. പക്ഷേ ഈ പാട്ടൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. ഇതൊന്നും പുതിയ പാട്ടുകളല്ല, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ബേസിക്കലി ഒരു സിംപ്ലസ്റ്റ് ഓഫ് വേ നമ്മളൊരു പാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക. എത്തിയാൽ നമ്മളുടെ നാച്ചുറൽ മൈൻഡിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ച് നമ്മുടെ മെമ്മറിയിലേക്ക് വരികയും, അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ഈ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം എവിടെയോ ഈ പാട്ടൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സീതാ കല്യാണ, ഏത് കല്യാണത്തിന് പോയാലും, സൗത്ത് ഇന്ത്യയിൽ ഒരു ഹിന്ദു വെഡിങ് എവിടെ പോയാലും സം ഫോം ഓർ ഷേപ്പ് ആ പാട്ട് ഇപ്പോഴും പാടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മളത് പാസീവായിട്ട് നമ്മളത് കേൾക്കും, ചിലപ്പോൾ നമ്മളത് ആക്റ്റീവായിട്ട് കേൾക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ വെഡിങ് വീഡിയോസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഈ പാട്ട്, പിന്നെ ഒരു മലയാളം ഓഡിയൻസിനടുത്ത് ഒരു ഫിലിമിനകത്ത് ആ പാട്ട് വന്നു, പണ്ട് ഈ പൈതൃകത്തിനകത്ത് ആ പാട്ട് വന്നു. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഈ പാട്ടൊക്കെ നമ്മളുടെ മൈൻഡിലുണ്ട്. ഒരു ഇപ്പോൾ ഒരു ലൈവ് ആർട്ടിസ്റ്റ് അതിനെ പെർഫോം ചെയ്യുമ്പോൾ നാച്ചുറലി ആ ഒരു ആസ്പെക്റ്റാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു മ്യൂസിക്കൽ ഐഡിയ ഈ പാട്ടുകളിലേക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ അത് എന്താ പറയുക, ഇറ്റ് റെസനേറ്റ്സ്, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു. അതിലേക്ക് ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യുന്നൊരു പാട്ട് ഒരു പക്ഷേ ഓഡിയൻസിലേക്ക് ഒട്ടും തന്നെ റെസനേറ്റ് ആവില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊരെണ്ണം ഭയങ്കരമായിട്ട്, അപ്പോൾ മ്യൂസിക്കിന് ആ ഒരു സബ്ജക്റ്റിവിറ്റി ഉണ്ട്. ആ ഒരു ആർട്ട് ക്രിയേഷന് ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തൊരു ലൈനിലെ. അപ്പം ഈ രംഗപുരി ആണെങ്കിലും സീതാ കല്യാണം ആണെങ്കിലും ഒക്കെ ചെയ്തപ്പോൾ അതൊരു നല്ല ഫോമിലേക്ക് എത്തി, ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു. ആ കൂടെ പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, ഈ പാട്ടുകളൊക്കെ നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ്. നമ്മളുടെ വി ആർ ഓൾ ഫോർച്ചുനേറ്റ് ടു ഹാവ് ലിവ്ഡ് through this era to hear, learn and express through these songs. അകത്തിൻ്റെ ചെറിയൊരു റോള് അത് ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഈ പാട്ടുകൾ വീണ്ടും വേറെ ഫോംസ് ആൻഡ് ഷേപ്സിൽ ഈ പാട്ടുകളൊക്കെ നിലനിന്ന് തന്നെ പോകും. കാരണം ദീസ് ആർ സ്ട്രോങ് മെലഡീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ് ദാറ്റ് ഹസ് ലാസ്റ്റഡ് ഫോർ സീതാ കല്യാണം 500-600 വർഷത്തിൽ കൂടുതലായി, ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മെസ്സഞ്ചർ, ഞങ്ങളും അതിലൊരു മെസ്സഞ്ചർ. അതുപോലെ പലരും അതുപോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ വെരി ഹാപ്പി ഇറ്റ് ഈസ് ഹാപ്പനിങ്. മനവ്യാളക്കിനൊരു 2 വരി. മനവ്യാലക്കിൻ ചരാതടേ, മനവ്യാലക്കിൻ ചരാതടേ, മർമ്മമെല്ലതിൽ പേദനെ മനസാവനവ്യാലക്കിൻ ചരാതടേ. താങ്ക് യു. ഹരീഷ്, Grammy Awardsന് വേണ്ടിയിട്ട് Arrival of Ethereal you have submitted. So what led you to submit that to Grammy Awards? ഗ്രാമി അവാർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൊവറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. സബ്മിറ്റിംഗ് ടു പ്ലാറ്റ്ഫോം ലൈക്ക് ഗ്രാമീസ് ഈസ് മോർ ടു ബിൽഡ് സം വിസിബിലിറ്റി ടു യുവർ മ്യൂസിക്. ആ വഴിക്ക് പാട്ടുകൾ നമ്മളൊരു ഗ്രാമിയിലേക്ക് നോമിനേറ്റ് ആവുക, ഗ്രാമിലേക്ക് വിൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ആർഡുവസ് ആയിട്ട് വർഷങ്ങളുടെ ഒരു എഫേർട്ട് പോകുന്നത്. അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് പെട്ടെന്നൊരു ഗ്രാമി ലെവലിലേക്കൊക്കെ ഉയരുക എന്ന് പറയുന്നത്. ബിക്കോസ് ഗ്രാമി ഈസ് കോമ്പീറ്റഡ് ബൈ ദ ബെസ്റ്റ് ഓഫ് മ്യൂസീഷ്യൻസ് അക്രോസ് ദ ഗ്ലോബ്. പക്ഷേ ഗ്രാമി പോലത്തെ ഒരു അവാർഡിലേക്ക് നമ്മൾ കോണ്ടന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മളുടെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഡക്ഷൻ,
നമ്മൾ നാച്ചുറലായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. കാരണം വി ആർ ട്രൈങ് ടു ഗെറ്റ് യുവർ മ്യൂസിക് ഹേർഡ് ഇൻ ഗ്ലോബൽ സ്റ്റേജ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ അറൈവൽ ഓഫ് ദി എത്തീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് വി ആർ വെരി ഹാപ്പി വി സബ്മിറ്റഡ് ആൻഡ് വി ഗോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു ലിസൺ ടു ഇറ്റ്. വി ഗോട്ട് സം ഫീഡ്ബാക്ക് ഫ്രം ഇറ്റ്. വി ഗോട്ട് ഇതുവരെ നമ്മളുടെ സ്ഥിരം കേൾക്കുന്ന ഓഡിയൻസ് അല്ലാത്തൊരു ഓഡിയൻസിലേക്ക് ആ പാട്ടുകൾ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റി. ഒരുപാട് ഈ പാട്ടുകൾ കേട്ടവർ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള കുറേ ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ വേരിയസ്, അതുപോലെ നമുക്ക് ഒത്തിരി കൊളാബറേറ്റിംഗ് ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാൻ ഒക്കെ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് പറ്റി. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇവരിലേക്കൊന്നും റീച്ച് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് കുറേ പേര് ഈ പാട്ടുകൾ കേട്ടു. കുറേ പേര് നമുക്ക് ദേ റോട്ട് ടു അസ്, വി റോട്ട് ടു എ ഹോൾ ബഞ്ച് ഓഫ് പീപ്പിൾ. സി ഇറ്റ് ഓപ്പൺസ് ദ ഹൊറൈസൺ ഫോർ എ മ്യൂസീഷ്യൻ ലൈക്ക് അസ് ടു സീ വാട്ട് എൽസ് ഇസ് പോസിബിൾ. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ എയിം. ആൻഡ് ഫോർ an award അല്ലെങ്കിൽ ഫോർ ഒരു ബിഗ് റെക്കഗ്നീഷൻ ലൈക്ക് ഗ്രാമി യു ഹാവ് ടു വർക്ക് വെരി ഹാർഡ്. വളരെ ലളിതമായിട്ട് അങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകാനുള്ള ഒരു എക്സ്പോഷർ, അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന കുറേ മ്യൂസീഷ്യൻ കണക്ട്സ്, അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് വന്നൊരു ഔട്ട്കമാണ്. ആൻഡ് വിൽ കീപ് വർക്കിംഗ് ഫോർ ഇറ്റ്. അതൊരു സിംഗിൾ ഷോട്ടായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. വിൽ കണ്ടിന്യൂ ടു കീപ് മേക്കിംഗ് മ്യൂസിക് ആൻഡ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം വി ആർ ജെന്യുവൻലി ഹോപ്പ്ഫുൾ ദാറ്റ് ആ മ്യൂസിക് വിൽ ഓൾസോ സ്റ്റാൻഡ് ഔട്ട്. പക്ഷെ അതിന് ഉള്ള ഹാർഡ് വർക്ക് നമ്മൾ പുട്ടപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലേണിംഗ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ഗോളും. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോവുകയാണെങ്കിൽ ആ ഒരു പഴയ ഏത് പ്രായത്തിലായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ഹരീഷിൻ്റെ? എനിക്കറിയാം ഫാമിലി വൈസ് എല്ലാവരും കലാകാരന്മാരാണ്, പക്ഷേ എങ്കിലും ആദ്യത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് സ്കൂളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കൾച്ചറൽസ് ഒക്കെ തന്നെയാണല്ലോ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ആനുവൽ ഡേ അല്ലെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വല്ല ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മറ്റേ അപ്പുറത്ത് ചെറിയ അമ്പലങ്ങളിലൊക്കെ ഉത്സവം പരിപാടിയൊക്കെ വരുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെ പ്രോഗ്രാമായിട്ട് പാടാനല്ല, ജസ്റ്റ് ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെയുള്ള പഠിച്ചവരാണെങ്കിലും അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരു പെർഫോം ചെയ്യാനൊക്കെ പോകും. പക്ഷേ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസും സ്കൂൾ ആനുവൽ ഡേയ്സും ഒക്കെ തന്നെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നോ? നെർവസ് ആവാറുണ്ടോ സ്റ്റേജിൽ ഇപ്പോഴും, അല്ലെങ്കിൽ അന്നും? അതോ നെർവസ് ആവാറുണ്ട്. എനിക്ക് തോന്നുന്നത് നെർവസ്നെസ് ഇപ്പോഴും അതൊരു നെർവസ്നെസ് ആണോ വാക്കെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരുപാട് കുഞ്ഞായിരിക്കുമ്പോൾ അത്രയൊന്നും അറിയില്ലല്ലോ. നമ്മൾ ജസ്റ്റ് സ്റ്റേജിൽ കയറ്റി വിടുന്നു, നമ്മളെന്തോ പാടുന്നു, അതും നമ്മൾ ശരിക്കാണോ പാടുന്നത്, ലിറിക്സ് കറക്റ്റ് ആണോ ഒന്നും അറിയില്ല. ഇന്നത്തെ പോലത്തെ ഒരു റിയാലിറ്റി ഷോ എക്സ്പോഷറോ അങ്ങനെയൊന്നും ഞാനിപ്പോ നേരത്തെ താങ്കൾ പറഞ്ഞ ഷൊർണൂർ എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടം ചെറിയ സ്ഥലം, ഒരു സ്കൂളും ഒരു പോസ്റ്റ് ഓഫീസും ഒരു ബാങ്കും ഒരു പോലീസ് സ്റ്റേഷനും ഉള്ള ഒരു ചെറിയ സ്ഥലം. അപ്പം ചെറിയ സ്ഥലത്ത് ഒരു സ്കൂള്, ഒരു അമ്പലം, ഒരു പള്ളി, അങ്ങനെ ഒരു വലിയ എക്സ്പോഷറുള്ള സ്ഥലമല്ലല്ലോ അതപ്പം നമ്മളെ സ്റ്റേജിൽ കയറ്റി വിടുന്നു, നമ്മൾ അറിയുന്നത് എന്തൊക്കെയോ പാടുന്നു, നാട്ടിൽ കൂടെ കേൾക്കുന്നതൊക്കെ നമ്മുടെ നെയ്ബേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിൻ്റെ പേരൻസ്. അപ്പോൾ അങ്ങനെ ഒരു നെർവസ്നെസ് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഐ എം ഡൂയിങ്. പിന്നെയും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ടീനേജ് എത്തുമ്പോൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ എത്തുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ എന്താണൊരു നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. മറ്റേതൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ ജയിക്കാൻ വേണ്ടിയൊക്കെ പാടുന്നതല്ലേ, ജസ്റ്റ് പറഞ്ഞു വിടുന്ന നമ്മൾ പോകുന്നത് തന്നെ എങ്ങനെയും ഫസ്റ്റ് മേടിക്കണം, അതല്ലാതെ അതിൽ അപ്പോൾ ആ നെർവസ്നെസ് അപ്പോൾ സ്റ്റേജിൻ്റെ ഒന്നും അല്ല, ദൈവമേ എങ്ങനെയും ശരിയാവണം അല്ലെങ്കിൽ പ്രൈസ് കിട്ടണം എല്ലാവരെക്കാളും അങ്ങനത്തെ ഒരു മോഡലിൽ നിന്ന് നമുക്കൊരു സ്റ്റേജ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ വരുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളുടെ കഴിവിൻ്റെ മാക്സിമത്തിൽ നമുക്ക് നമ്മുടെ മ്യൂസിക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, ഒരു ഓഡിയൻസിലേക്ക് അത് എത്തിക്കാൻ പറ്റുക, അതൊക്കെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന അതിനെ ആങ്സൈറ്റി ആണോ സ്റ്റേജ് എനിക്ക് എന്താ ഫീലിംഗ് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പോകും, നമ്മൾ എന്ത് ചെയ്താലും ഭയങ്കര സംഭവമായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പറ്റില്ല എന്തായാലും. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു ഭൂരിപക്ഷം സീനിയർ ആർട്ടിസ്റ്റുകൾ പോലും പലപ്പോഴും പറയുന്നത് സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ ഒരു ഫീലിംഗ് ഓഫ് എന്താ പറയുക, ദിസ് ഹാസ് ടു ബി ഗുഡ്, നന്നായിട്ട് ചെയ്യാൻ പറ്റണം, നമുക്ക് നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ വന്നവർക്ക്
ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം. ആ ഫീലിംഗ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എവർ സിൻസ് ഐ എം കുറച്ച് ബുദ്ധി വെച്ച കാലം തൊട്ട് ആ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട്. അത് ഇനിയും പോയിട്ടൊന്നുമില്ല. വിദ്യാജിയുടെ പാട്ടുകളെ കുറിച്ച് എന്താ എനിക്കറിയാം, വാട്ട് ഇസ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് വിദ്യാജി? എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസർ അല്ലേ. എന്ന് വെച്ചാൽ പ്രോബ്ലി ഞാൻ 90s എൻ്റെ ഗ്രോയിങ് അപ്പ് പീരിയഡ് 90s ഒത്തിരി നല്ല പാട്ട്. പിന്നെ വേറൊരു സൗണ്ട് നമുക്ക് തമിഴിൽ AR റഹ്മാൻ എന്ന് പറയുന്ന പോലെ മലയാളത്തിലെ സമയത്ത് വിദ്യാജിയാണ് വേറെ ഒരു അറേഞ്ച്മെൻറ്റ് സെൻസിബിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സൗണ്ട് മലയാളത്തിലേക്ക് പുള്ളി കൊണ്ടുവന്നൊരു സൗണ്ട് പിന്നെ ഒത്തിരി കമ്പോസേഴ്സ് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് പിന്നെ അങ്ങനെ ഒരു ന്യൂ സൗണ്ട് മലയാളത്തിൽ എമേർജ് ചെയ്തത് എനിക്ക് തോന്നുന്നത് വിദ്യാജി അഴകിയ രാവണനൊക്കെ കൊണ്ടുവന്ന് പിന്നെ പ്രണയവർണ്ണങ്ങളൊക്കെ വന്നപ്പോഴുള്ള അതൊക്കെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. കാരണം അഴകിയ രാവണൻ വരുമ്പോൾ ഞാൻ 9th or 10th ആണ്. പ്രണയവർണ്ണങ്ങൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ്. പിന്നെയും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു മീശമാധവനിലേക്ക് എത്തി, അല്ലെങ്കിൽ മറ്റേ മധുര നൊമ്പര കാറ്റ്. മ്യൂസീഷ്യൻ എന്നുള്ള രീതിക്ക് ഒത്തിരി പഠിക്കാനുള്ള മ്യൂസിക്, പിന്നെ നല്ല ഒരു മെലഡീസിനെ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ ഓഫ് കോഴ്സ് ഞാൻ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വരേണ്ട ഒരു കാര്യമൊന്നും അല്ല, അറിയുന്ന ഒരു കാര്യം. അപ്പം പുള്ളി ലെജൻഡാണ്. ആൻഡ് മലയാളികൾക്ക് എനിക്ക് വന്ന ഒരു നോൺ മലയാളം മ്യൂസിക് കമ്പോസർ, അല്ല നോൺ മലയാളി മ്യൂസിക് കമ്പോസർ എനിക്ക് തോന്നുന്നത് ഏറ്റവും മലയാളികൾ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ അത്രയും നെഞ്ചിലേറ്റിയ വേറെ കമ്പോസറും ഇല്ലല്ലോ. എനിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഗിരീഷ് പുത്തഞ്ചേരി അല്ലെങ്കിൽ ജോൺസൺ മാഷ് എന്ന് പറയുന്ന ആ ഒരു കോംബോ, അല്ലെങ്കിൽ അവരുടെ ഒരു മാജിക്കിൽ വന്ന പല പാട്ടുകളും അല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് പല പാട്ടുകളും ഹരീഷ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളുണ്ട്. മലർകളെ, തങ്കത്തിങ്കൾ, ശ്രീരാഗമോ, ഒത്തിരി ഉണ്ട്. പക്ഷേ വി ചൂസ് ഫ്യൂ ആക്ച്വലി. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങൾക്ക്. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ വാർദിലാവിനിതൽ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം, അതിൽ ഇന്ദ്രനീലലയ ഭാവം, കുങ്കുമമേഘം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം, അമ്പിളി നാളം പതിയെ മീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. ഒരു റോക്ക് കോണ്ടെക്സ്റ്റിൽ ഒരു രാഗ ചെയ്യാമെങ്കിൽ അത് ഏത് രാഗമായിരിക്കും? ഇഫ് യു വോണ്ട് ടു എന്തും ചെയ്യാം, അങ്ങനെ ഒരു സ്പെസിഫിസിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നത് റോക്ക് എന്ന് പറയുന്ന ഒരു ജോൺറ മാത്രമാണ്. അതൊരു ഇറ്റ്സ് എ വേ ഓഫ് പ്രസന്റിങ് മ്യൂസിക്. അതിലേക്ക് ഇപ്പം നോക്കിയാൽ ഇന്ത്യയിലും ഇപ്പം നമ്മൾ കർണാട്ടിക് മ്യൂസിക് ഉപയോഗിക്കുന്നു. സ്കോട്ട്ലൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു സെൽറ്റിക് അല്ലെങ്കിൽ വൈക്കിങ്സ് മ്യൂസിക്സിനെ എടുത്ത് ഒരു റോക്കിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ മംഗോളിയ പോയാൽ മംഗോളിയൻ മ്യൂസിക്കും റോക്കും കൂടി ഉള്ളത്. അതുപോലെ തന്നെ കൺട്രി മ്യൂസിക്കും റോക്കും ഒരു ഫോർമാറ്റാണ്, ഒരു ജോൺറ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് എന്തും അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓൺലി തിങ് അതിൻ്റെ ഈത്തോസും അതിൻ്റെ സെൻസിബിലിറ്റീസും നല്ലപോലെ മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ടിരിക്കും. അത് ഇപ്പം ഉദാഹരണത്തിന് ആരെങ്കിലും ഇപ്പോൾ ചിന്തിച്ചു കാണുമോ, കർണാട്ടിക് മ്യൂസിക് ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ചില കാര്യങ്ങൾ മാത്രമേ, ചിലതൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചില രാഗങ്ങൾ വെസ്റ്റേൺ മ്യൂസിക്കിനോട് ചേർന്ന് നിൽക്കുന്ന രാഗങ്ങൾ നാച്ചുറലി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷേ ഇപ്പം അകത്തിൻ്റെ കേസ് തന്നെ എടുത്താൽ ഇപ്പം ഈ മനവ്യാല കിഞ്ചിറ പോലത്തെ രാഗങ്ങളൊന്നും സാധാരണ റോക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാഗമൊന്നും അല്ല. പക്ഷെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു മൈൻഡ് അപ്ലിക്കേഷനും എത്രത്തോളം നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു, എത്രത്തോളം നമ്മളത് ഇംബൈബ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അത്. അല്ലാതെ എനിക്കൊന്ന് എല്ലാ മ്യൂസിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ മ്യൂസിക്കുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചില മ്യൂസിക്കായിട്ട് സിങ്ക് ആവില്ല നമുക്ക് തോന്നുന്നു, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് നല്ല എബിലിറ്റി ഉണ്ടെങ്കിൽ ഏത് മ്യൂസിക്കും എടുത്ത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഫ്യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ എക്സ്പോഷറും ആ ആപ്ലിക്കേഷനും കഴിവും നമുക്ക് എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് എന്നോട് ഒരു ആഫ്രോ ക്യൂബൻ സ്റ്റൈൽ മ്യൂസിക്കിൻ്റെ സ്റ്റൈൽ എടുത്ത് മിക്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊരു നോളജ് ഇല്ല, അത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്കുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം
ആ മ്യൂസിക്കും ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ വരും. നമ്മളുടെ തന്നെ ഒരു കുറവാണത്. മ്യൂസിക് ബൈ ഇറ്റ് സെൽഫ് എല്ലാ മ്യൂസിക്കും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് മേജ് ചെയ്യാൻ പറ്റും. അതെ. എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും ഹരീഷ് കേൾക്കാറുണ്ടോ? ലൈക്ക് വാട്ട് വിൽ ബി ലൈക്ക്? കഴിയുന്നതും കേൾക്കാറുണ്ട്, പക്ഷെ എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും ഞാൻ അങ്ങനെ ഭാഷ ഒരു പ്രശ്നമാവാറുണ്ടോ? ഭാഷയ്ക്ക് ഒട്ടും പ്രശ്നമാവാറില്ല. അതെ, ഭാഷ എനിക്ക് ഒട്ടും പെർഫോമറില്ല, പക്ഷേ പ്രശ്നമാവാറില്ല. പക്ഷെ ചില മ്യൂസിക് സ്റ്റൈൽസ് എനിക്ക് കൂടുതൽ, പിന്നെ എല്ലാ മനുഷ്യർക്കും പ്രിഫറൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ എനിക്കും ചില മ്യൂസിക് സ്റ്റൈൽസിനോട് പ്രിഫറൻസ് ഉണ്ട്. ആ പ്രിഫറൻസ് ഉള്ള സ്റ്റൈൽസ് ഞാൻ അതെ കൂടുതൽ കേൾക്കും. ചില സ്റ്റൈൽസിനോട് അങ്ങനെ പ്രിഫറൻസ് ഇല്ല, അപ്പോൾ അത് അത്രയും കേൾക്കത്തില്ല. പക്ഷേ എല്ലാ സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമല്ലാത്ത ഒരു മ്യൂസിക് സ്റ്റൈലും ഇല്ല. ഇതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കേൾക്കില്ല എന്ന് പറയുന്ന ഒരു മ്യൂസിക് സ്റ്റൈലും എനിക്കില്ല. പക്ഷേ ചില മ്യൂസിക് സ്റ്റൈൽസ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ സമയം അതിലോട്ട് അതിലേക്ക് കൂടുതൽ കൊടുക്കും. ഓക്കെ. ഒരു ലോങ് പെർഫോമൻസ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റുട്ടീനോ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ശബ്ദം നിലനിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു 24 to 48 hours ബാക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇഫ് ഇറ്റ്സ് എ ലോങ് പെർഫോമൻസ് ലൈക്ക് 3 hours പെർഫോമൻസ് വിത്തൗട്ട് എ ബ്രേക്ക്. വോയിസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബേസിക്കലി ഇപ്പോൾ നമുക്കൊരു 25 years ഉള്ളപ്പോൾ ഉള്ള ഒരു വോയിസ് അല്ല ഇപ്പം ഒരു 45 ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 55 years ഉള്ള ആളുടെ ഇത് നമ്മളെ എല്ലാ മസിലും പോലെ തന്നെ വോക്കൽ കോഡ്സും ഏജ് ചെയ്യും. അപ്പോൾ ആസ് യു ഗെറ്റ് ഓൾഡർ ശ്രദ്ധ കൂടുതൽ. ഇപ്പം എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാർ പിള്ളേർക്കൊന്നും ചെയ്യേണ്ടി വരില്ല. അവരെനിക്ക് തോന്നുന്നത് സുഖമായിട്ട് അവരൊരു 10 പരിപാടി, കാരണം അത് യങ് ആയിരിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് ആ സമയത്ത്. അപ്പം മാക്സിമം നമ്മളുടെ വോക്കൽ മസിൽസിനെ യങ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുമ്പം മാക്സിമം ചെയ്യേണ്ടത് ഡോണ്ട് ഡു തിങ്സ് ദാറ്റ് ഇന്നേറ്റ്ലി കോസ് ഹാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൾഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ വോയിസിനെ ഡാമേജ് ചെയ്യില്ല. അത് ഓരോരുത്തരുടെ പാത്തോളജി ഓരോ പോലെയാണ്. ചിലർക്ക് കോൾഡ് ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ വോയിസ് പോകും. ചിലർക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ചിലർക്ക് തണുപ്പത്ത് സ്വെറ്റർ ഇല്ലാതെ പോയാലും കോൾഡ് വരത്തില്ല. ചിലർക്കൊരു എന്താ പറയാ, ഒരു 2 degree ടെമ്പറേച്ചർ പറഞ്ഞാൽ തന്നെ തുമ്മാൻ തുടങ്ങും. ചിലരൊക്കെ ഇപ്പൊ ഞാൻ പാലക്കാട് ജനിച്ചു വളർന്നത്, എനിക്കൊരു 42 degree വരെ ചൂട് പോയാലും കുഴപ്പമില്ല, ഞാൻ ഗ്രൗണ്ടിൽ പോയി കളിക്കുമായിരുന്നു. അത് തന്നെ ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു അയർലൻഡിലുള്ള ഒരു കുട്ടിയെ കൊണ്ട് അവിടെ വിട്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഈ വോയിസിന് ചിലർക്ക് കോൾഡ് പറ്റില്ല, കേർഡ് പറ്റില്ല, ചിലർക്ക് സിട്രസ് ഗുഡ്സ് പറ്റില്ല എന്ന് പറയുന്നത് അവരുടെ പാത്തോളജിയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് അല്ലെങ്കിൽ ഡസ്റ്റും സ്മോക്കും, സ്പെസിഫിക്കലി സിഗരറ്റിന്റെ സ്മോക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ പുക, അടുപ്പിന്റെ പുക, അല്ലെങ്കിൽ മറ്റേ വെഹിക്കിൾസിന്റെ പുക ഒക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ വോയിസ് പോകും. എനിക്ക് എന്ന് വെച്ചാൽ ഒരു 1/2 kilometer ദൂരത്തുനിന്ന് സിഗരറ്റ് സ്മോക്ക് കിട്ടിയാൽ എനിക്ക് എന്റെ വോയിസ് പോകും. പക്ഷേ കുറെ ഐസ് വിട്ടിട്ട് ഒരു വെള്ളവും കുടിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ചു കഴിഞ്ഞാൽ വോയിസ് പോകത്തില്ല. അത് എന്റെ ജനറ്റിക്സ്, എന്റെ പാത്തോളജിക്കും സ്മോക്കാണ് പ്രശ്നം. ചിലർക്ക് ചെറുനാരങ്ങ അല്ലെങ്കിൽ സിട്രസ് ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ ചിലർക്ക് വോയിസ് പോകും. ചിലർക്ക് ഇപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൽക്കഹോൾ കഴിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഫ് സിറപ്പ് പോലും ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വോയിസ് പോകും. പക്ഷേ ഡ്രിങ്ക് ചെയ്തിട്ട് പാടുന്നവരെ എനിക്കറിയാം, നല്ല മനോഹരമായിട്ട് വോയിസ് ക്ലിയർ ആവും. ഇതൊക്കെ ഓരോരുത്തരുടെ പാത്തോളജിയാണ്. എനിക്ക് തോന്നുന്നത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ പാട്ട് പഠിപ്പിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, തണുത്തൊന്നും കഴിക്കാൻ പാടില്ല എന്നൊരു സംഭവം ഫിനോമിനൻ ഉണ്ട് ഇതിനകത്ത്. ഒരു 10 പേരെ എടുത്താൽ ഒരു 6 പേർക്ക് ഐസ് വെള്ളം കുടിച്ചാൽ വോയിസ് പോകും. അതൊരു മെജോറിറ്റേറിയൻ വ്യൂ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയില്ലേ, മഴയത്ത് പോയാൽ ജലദോഷം വരുന്ന പറയുന്ന പോലത്തെ ഒരു ലോജിക്കാണ്. മഴയത്ത് പോയാൽ എല്ലാവർക്കും ജലദോഷം വരില്ല, പക്ഷെ ഭൂരിപക്ഷം പേർക്കും മഴയത്ത് പോയി തലവൃത്തിക്ക് തോർത്തിയില്ലെങ്കിൽ ജലദോഷം വരുന്ന പറയുന്ന പോലെ ഭൂരിപക്ഷം പേർക്കും കോൾഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വോയിസ് അഫക്റ്റ് ആവുന്നതാണ് ഒരു കോമൺ ഔട്ട്കം. എനിക്ക് ആവുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് കോൾഡ് ടോളറേറ്റ് ചെയ്യാൻ, എനിക്ക് കോൾഡും സ്പൈസും ടോളറേറ്റ് ചെയ്യാം. എനിക്കറിയുന്ന സിംഗേഴ്സ്, എനിക്ക് ഒത്തിരി എൻ്റെ പരിചയത്തിലുള്ളത് സ്പൈസ് ടോളറൻസ് തീരെ ഇല്ലാത്തവരുണ്ട്. സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും പാടാൻ പറ്റില്ല. അപ്പോൾ പണ്ടത്തെ ആളുകൾ കഴിയുന്നതും സ്പൈസസ്, കോൾഡ് ആയിട്ടുള്ള സംഭവം, സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ പൊതുവേ എന്ന് വെച്ചാൽ എനിക്ക് ഐസ് വെള്ളം കുടിച്ചോണ്ട് എക്സ്ട്രാ ഗുണമൊന്നുമില്ല. ഇപ്പൊ ഞാനും ഐസ് വാട്ടർ അവോയ്ഡ് ചെയ്താൽ ഗുണമേ ഉണ്ടാവത്തുള്ളൂ. അതേസമയം വാം വാട്ടർ കുടിച്ചാൽ ഗുണമുണ്ട്.
വോയിസിലേക്ക് വാം വാട്ടറാണ് കുടിക്കുന്നതെങ്കിൽ ഓക്കെ. അപ്പം പഴയ ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഒരു മെജോറിറ്റി നല്ല കാര്യങ്ങൾ ചെയ്താൽ വോയിസ് നന്നായിട്ടിരിക്കുന്നുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പറ്റും ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. പിന്നെ നമ്മളുടെ ഒക്കെ പഴയ ആൾക്കാരുടെ ഒരു രീതി എൻഫോഴ്സ് ചെയ്യാന്നുള്ളതാണല്ലോ. അല്ലാതെ സയൻസ് പറഞ്ഞു തരാനും ഒരു അവരുടെ രീതി അതല്ല, പേടിപ്പിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാദ്യം പറഞ്ഞ് ഐസ് വെള്ളം കുടിച്ചാൽ വോയിസ് പോവും, അല്ലെങ്കിൽ ഇത് ചെയ്താ പോവും എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുമ്പോൾ ആൾക്കാർ കുടിക്കത്തില്ല. എനിക്കൊന്ന് ഐസ് വാട്ടർ കുടിച്ചുകൊണ്ട് എന്റെ വോയിസ് ഇമ്പ്രൂവ് ഒന്നും ആവത്തില്ല, കുടിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ആവത്തില്ല. ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ ഒന്ന് കൊളാബറേറ്റ് ചെയ്യണമെന്ന് തോന്നിയ അങ്ങനെ ഒരു ബാൻഡോ ഒരു ആർട്ടിസ്റ്റോ ഉണ്ടോ? ഐ മീൻ ഐ എം ആസ്കിങ് യു ഗ്ലോബലി. നമുക്ക് ഒത്തിരി ഇങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റുകൾ നമുക്ക് ഇനിയും ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് മറ്റേ മാൻഡ്ലിൻ യു ശ്രീനിവാസ് സാർ, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരുപാട്, ഇത് ബാൻഡ് തുടങ്ങിയപ്പോഴൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ചുമ്മാ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഞാനൊരു, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഹരിജി, ഇപ്പം റീസെൻ്റ്ലി അപ്പോൾ ഹരിജി ആയിട്ടൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ ഒരുപാട് വൈകിയാണെങ്കിലും പുള്ളിയെ പരിചയപ്പെടാനും പുള്ളിയുമായിട്ട് ഇപ്പോൾ ഒന്ന് സംസാരിക്കാനും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അതുപോലെ പുള്ളി വരികയാണെങ്കിൽ എനിക്ക് പുള്ളിയെ പോയി കാണാനുള്ള അത്ര സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോൾ ആയി. ഞാൻ പണ്ട് ചെറിയ പ്രായത്തിലൊന്നും എനിക്ക് പുള്ളി ഇങ്ങനെ ദൂരത്തുനിന്ന് കാണാനുള്ള, അപ്പം പുള്ളിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുക. പുള്ളി കൊളാബറേഷൻ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് എന്ത് അബ്സോർബ് ചെയ്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കൗശികി ചക്രവർത്തി ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നൊരു, ഇപ്പോൾ പുള്ളിക്കാരുടെ കൂടെ നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റി. സിംഗപ്പൂരിൽ നമ്മളൊരു വലിയ ഒരു പ്രൊഡക്ഷൻ പുള്ളിക്കാരുടെ കൂടെ ചെയ്തു. അതേപോലെ അരുണ സായിറാം, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ, പുള്ളിക്കാരുടെ കൂടെ ഒരു വർക്ക് ചെയ്തു. അപ്പം നമുക്കിങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കാണുന്നു. ഇപ്പം എൻ്റെ ബാൻഡിലുള്ള മറ്റു പലരോടും ചോദിച്ചാൽ വരുന്ന പേരുകൾ മറ്റു പലതായിരിക്കും. നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് മെയിനായിട്ട് ഇവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക, അവരുടെ ഒരു തിങ്കിങ് എന്താന്നുള്ളത് മനസ്സിലായി. മ്യൂസിക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷേ ഇവരുടെയൊക്കെ മൈൻഡ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, ഇവരുടെയൊക്കെ ഒരു തിങ്കിങ്. കാരണം ഏറ്റവും ഒരു ആർട്ടിസ്റ്റിന് എനിക്ക് തോന്നുന്നു വേണ്ടത് ഓപ്പൺ മൈൻഡ്, ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ നമ്മളുടെ ഒരു നാച്ചുറൽ റിയാക്ഷൻ എപ്പോഴും ചിലപ്പം ഇതെന്താ ഇങ്ങനെയെന്നാണ്. പക്ഷെ അത് മാറിയിട്ട് അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ തിങ്ക് ചെയ്യുന്നത്? അല്ല, അതൊരു പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ചെറുപ്പത്തിലേ ഉണ്ടാവുന്ന, നമ്മൾ കേട്ട് വളർന്ന ഒരു മ്യൂസിക്കിന്റെ ഭാഗമായിട്ടായിരിക്കില്ലേ അങ്ങനെ ഒരു തിങ്കിങ് വരുന്നുണ്ടാവുക എന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, ആയിരിക്കും ഒരു പക്ഷേ. ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നു ജനറലി ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ഉള്ള ആളുകൾ ഒത്തിരി പ്രോഗ്രസ് ഉണ്ടാക്കും ലൈഫിൽ. പക്ഷെ ഭയങ്കര നാരോ ആയിട്ട് മാത്രം ചിന്തിക്കുന്ന, ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കർണാട്ടിക് മാത്രം പാടുന്ന ആർട്ടിസ്റ്റുകൾ വന്നിട്ട് നമ്മളോട് പറയും വേറൊന്നും പാടുകയോ കേൾക്കുകയോ ചെയ്യരുത്, ഇത് മാത്രം ഫോക്കസ് ചെയ്താലേ ഇതിലൊരു. പക്ഷേ അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആർട്ട് നമ്മൾ മിസ് ചെയ്യും ലൈഫിൽ. ഈ മറ്റ് ആർട്ടിസ്റ്റിനോട് പോയി സംസാരിക്കാതെ, അവർ ചെയ്യുന്ന വർക്ക് കേൾക്കാതെ, അല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്യുമ്പം എനിക്കിപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ ഒരു പാട്ട് ഒരാൾ പ്രത്യേക രീതിക്ക് പാടുമ്പോൾ ചെന്നിട്ട് അതെന്താ അങ്ങനെ ആലോചിച്ച്, അപ്പോൾ അവർ പറയുന്നത് ഭയങ്കര എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ അങ്ങ് ഓപ്പൺ ആവും. ഇങ്ങനെയൊരു സംഭവം ഇതിലുണ്ടായിരുന്നു, നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവാത്ത കാര്യങ്ങൾ അവർ അതേപോലെ അവരെന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ഇപ്പോൾ പറയും, ഹരീഷ് അത് ഞാൻ അങ്ങനെ ആലോചിച്ചില്ല കേട്ടോ, ഇപ്പോൾ ഇറ്റ് മേക്ക് സെൻസ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണൊരു ആർട്ടിസ്റ്റിന് ഏറ്റവും ആവശ്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പലപ്പോഴും അതിനെ എൻകറേജ് ചെയ്യില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര നാരോ ആയിട്ട് ചട്ടക്കൂടുകൾ ഉണ്ടാക്കി, സിനിമ പാട്ടാണെങ്കിൽ ഇങ്ങനെ, ശാസ്ത്രീയ സംഗീതമാണെങ്കിൽ ഇങ്ങനെ, റോക്ക് മ്യൂസിക് ആണെങ്കിൽ ഇങ്ങനെ, റാപ്പ് ആണെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ സ്ട്രേറ്റ് ജാക്കറ്റ് ചെയ്യുമ്പം നമുക്കാണ് നഷ്ടം. നമുക്ക് ഒത്തിരി കാര്യം നിന്ന് പഠിക്കാനുള്ള നമുക്കുള്ള അവസരം നഷ്ടപ്പെടും. കാരണം നമ്മുടെ മൈൻഡ് ഓപ്പൺ ആയിരിക്കത്തില്ല. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു സ്റ്റേജിലൊരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്തെ എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? അതായത് ഓൾമോസ്റ്റ് എല്ലാ പരിപാടിക്കും സംഭവിക്കുന്നത്. ലിറിക്സ് മറന്നു പോകും, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ക്രാക്ക് ആവും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിൽ ഗോ ഔട്ട് ഓഫ് എലിമെന്റ്. സംടൈം നമ്മുടെ എന്താ പറയുക, കോൺസെൻട്രേഷൻ ഭയങ്കര കോൺസെൻട്രേഷൻ വേണ്ട, ലൈവ് സ്പെസിഫിക്കലി നല്ല കോൺസെൻട്രേഷൻ വേണ്ട പരിപാടി. കാരണം റീടേക്ക് ഇല്ലാത്ത സ്റ്റുഡിയോ കുഴപ്പമില്ല, ഒരു കോൺസെൻട്രേഷൻ പോയാൽ കുഴപ്പമില്ല, കട്ടിയിട്ട് വീണ്ടും എടുക്കാം. ലൈവിൽ നമുക്കൊരു സെക്കൻഡ് ഓഫ് കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാലും അതിൻ്റെ ഇമ്പാക്റ്റ് പെർഫോമൻസിൽ ഫീൽ ചെയ്യും. അപ്പം എത്രയോ തവണ മനുഷ്യനല്ലേ. അപ്പോൾ ചിലപ്പം ഇപ്പം ഞാൻ പറയാം, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം ഇന്ന് എൻ്റെ
2 ദിവസം ബ്രേക്ക് കിട്ടി. ഞാൻ 3 ദിവസം ബാക്ക് ടു ബാക്ക് പാടി. ഇന്ന് തൊട്ട് 17 വരെ ബാക്ക് ടു ബാക്കാണ്. ഇന്ന് നാളെ മറ്റന്നാളെ എല്ലാ ദിവസവും പ്രോഗ്രാം ട്രാവൽ. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ വോയിസിന് അതിൻ്റെ ഫെറ്റീഗ് അറിയാൻ തുടങ്ങും. കാരണം എന്തൊക്കെ ചെയ്താലും എത്ര ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പം ഞങ്ങൾക്കൊക്കെ ഫോർച്ചുനേറ്റ്ലി എത്രയോ വർഷമായിട്ട് ടൂർ ചെയ്യുന്നതുകൊണ്ട് ഫിറ്റ്നസ് ലെവൽസ് ടച്ച് വുഡ് ഭേദമാണ് പലരെക്കാളും. പക്ഷേ കയ്യിൽ നിന്നൊക്കെ എല്ലാ പ്രോഗ്രാമിലും പോകും. കയ്യിൽ നിന്നൊന്നും പോകാത്ത പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് എനിക്കുണ്ടായിട്ടില്ല. ഇനി ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള വലിയ സിംഗേഴ്സിനൊക്കെ ചിലപ്പോൾ അത്രയും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് ഇഷ്ടം പോലെ സംഭവിക്കാറുണ്ട്. പിന്നെ ഇപ്പം അത് ഇല്ലാത്ത പ്രോഗ്രാമാണ് കുറവ്. കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോവാത്ത പ്രോഗ്രാമാണ് കുറവ്. പക്ഷേ എനിക്കൂടെ അത് തിരിച്ചു പിടിക്കാനും ആരും അറിയാത്ത സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഈ ഓഡിയൻസും പലപ്പോഴും അങ്ങനെ പെർഫെക്ഷൻ ഒന്നും അല്ല സീക്ക് ചെയ്യുന്നത്. അവരൊരു നല്ല എക്സ്പീരിയൻസാണ് സീക്ക് ചെയ്യുന്നത്. ഇപ്പം പെർഫെക്ഷൻ വേണമെങ്കിൽ മറ്റേ സ്പോട്ടിഫൈ പോയാൽ മതി. അതിൽ പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പം ലൈവ് പാടുമ്പോൾ അവരൊരു ആസ് ലോങ് ആസ് യു ക്യാൻ സീ ദ ഹ്യൂമൻ ആൻഡ് ദി എഫേർട്ട്, ആൾക്കാർ അങ്ങനെ. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു 10-15 പേരുണ്ടാവും. നമ്മൾ അവർക്ക് വേണ്ടി അല്ലല്ലോ പെർഫോം ചെയ്യുന്നത്. അല്ല, അവരൊരു പക്ഷേ അവർക്ക് തന്നെ സ്വയം സന്തോഷിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ഈ കുഴപ്പം മാത്രം തപ്പിപ്പോകുന്നത്. 99% ഓഡിയൻസിനും എന്തിനാ പരിപാടി കാണാൻ വരുന്നത്? ഒരു മനസമാധാനം. എല്ലാ ടെൻഷനും മാറ്റി വെച്ച് ഒരു 2 മണിക്കൂർ ഒരു ആർട്ടിസ്റ്റ് പാടുന്നത്. അല്ലാതെ ആർട്ടിസ്റ്റ് ശരിക്കും ഭയങ്കര സംഭവമാണോ, അയാളെല്ലാം കൃത്യമായി, ഇതിനൊക്കെ ആർക്കാ സമയം? ആരാണിതൊക്കെ? ഇപ്പം തന്നെ ഞാൻ പാടുന്ന ഒരു ഫുൾ സോങ് ഞാൻ എത്രയോ ഇരുന്ന് കേൾക്കുന്ന എത്ര പേരുണ്ട്? ഒരു കോൺസേർട്ടിൻ്റെ ഒരു 70% ഓഡിയൻസ് കേൾക്കുന്നത്. ബാക്കി 30% അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യും, ചിലപ്പോൾ ഫോൺ എടുത്ത് വെച്ചൊരു വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് പുറത്തൊന്ന് പോയിട്ട് വരും. ഇതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയപ്പോൾ ആളവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് പൊക്കോളും. ഒരു സോങ് ഇത് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വേണ്ട, ഇത് ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ മനസ്സിലായത്? ഇപ്പോഴും ഉണ്ട്, ഇഷ്ടം പോലെ പാടും. ഒരു പാട്ടൊന്നുമല്ല, നമ്മൾ പാടുന്ന ആകെ നമുക്ക് കൈവയ്ക്കാൻ പറ്റുന്ന പാട്ടുകൾ മാത്രം നമ്മൾ പാടും. നമ്മൾ പാടാത്ത പാട്ട് ബഹുഭൂരിപക്ഷവും കൈവയ്ക്കേണ്ടെന്നുള്ള പാട്ടുകളാണ്. എല്ലാ ആർട്ടിസ്റ്റിനും ഒരു സോണുണ്ട്. ആ സോണിലെ പാട്ടുകൾ വരുമ്പോഴാണ് ആ ആർട്ടിസ്റ്റ് ശരിക്കും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നത്. അതിപ്പം ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എടുത്താലും ഏറ്റവും ചെറിയ കുട്ടി, ഇപ്പം ഒരു 5-7 വയസ്സുള്ള കുട്ടിയാണെങ്കിലും എല്ലാവർക്കും ഒരു ക്രിയേറ്റീവ് സോൺ. ചില ഭയങ്കര ജീനിയസസിന് ഭയങ്കര വൈഡായിരിക്കും ആ സോൺ. അവരുടെ സ്പെക്ട്രം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ശങ്കർമോഹൻ സാറ് ഭയങ്കര വൈഡ് സ്പെക്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വിജയ് സിനിമയുടെ ദപ്പാങ്കൂത്ത് ഒരു ഭയങ്കര മാസ് അട്ടിപ്പെട്ട പാട്ട് പാടിയിട്ട് പുള്ളി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ശക്തിയുടെ കൂടെ ഒരു കർണാട്ടിക് പാട്ട് പുള്ളി പാടും. അത് പുള്ളിയുടെ ജീനിയസാണ്. അത്രയും വലിയ സ്പെക്ട്രം പുള്ളി ജീനിയസ് കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും ഇത്രയും കമ്മിറ്റ്മെൻറ്റ് ലൈഫിൽ കൊടുത്തിട്ടും പുള്ളി വളർത്തിയ ഒരു വലിയ സ്പെക്ട്രം ഉണ്ട്. അതേപോലെ പുള്ളിയുടെ അത്രയും തന്നെ ലെജൻഡറി ആയിട്ട് ഉള്ള പക്ഷെ നാരോ സ്പെക്ട്രം ഉള്ള സിംഗേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു നാരോ സ്പെക്ട്രമുള്ള പാട്ടേ പാടും, പക്ഷെ അങ്ങനെ ആരെ കൊണ്ടും അത് പാടാൻ പറ്റില്ല. ആ സ്പെക്ട്രമിൽ അവർ കിങ്ങാണ് അല്ലെങ്കിൽ ക്വീനാണ്. അത് വേറെ. അപ്പം വേറെ കുറച്ച് പേരുണ്ട് ഭയങ്കര വേഴ്സറ്റൈലായിരിക്കും. എന്നുവെച്ചാൽ എല്ലാം പൊടിക്കെല്ലാം ചെയ്യും, പക്ഷെ ഒന്നും സ്പെസിഫിക്കലി എടുത്തു കഴിഞ്ഞാൽ അവർ അതിലൊന്നിലും തന്നെ ഒരു ഭയങ്കര എക്സ്പെർട്ടാണെന്ന് സ്വയം ക്ലെയിം ചെയ്യാത്ത മ്യൂസീഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് സ്പെക്ട്രം ആണെന്നുള്ളത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ പാട്ടുകളാണ് ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് കൂടുതൽ, ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ശങ്കർജിയുടെ എക്സാമ്പിൾ എടുത്ത് പുള്ളിയുടെ ഒക്കെ ഒരു ഓപ്പോസിറ്റിലാണ് ഞാൻ വരിക. എൻ്റേത് വളരെ നാരോ ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ അതിൽ ഞാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അതിൽ മാക്സിമം നന്നാക്കാൻ ഉള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്നോട് സ്റ്റേജിൽ കയറിയിട്ട് ലജ്ജാവതിയെ പാടാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പെക്ട്രം അല്ല. എനിക്ക് പാടാൻ കഴിവുണ്ടോ എന്ന് കാണിക്കാൻ ആ പാട്ട് പാടി കാണിക്കേണ്ട കാര്യവുമില്ല. അതിപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ വിരാട് കോഹ്ലിയോട് ബൗൾ ചെയ്ത് ഹാട്രിക് എടുത്ത് കാണിക്കാൻ പറയില്ല.
അങ്ങേര് ബാറ്റ്സ്മാനാണ്. പുള്ളി അതിൽ ചിലർ ഓൾറൗണ്ടേഴ്സ് ആയിരിക്കും, അതൊക്കെ ഭാഗ്യമാണ്. ചിലർ വിക്കറ്റ് കീപ്പിങ്ങും ബൗളിങ്ങും ബാറ്റിങ്ങും ഫീൽഡിങ്ങും എല്ലാം ചെയ്യുന്ന ക്രിക്കറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഓരോ ക്രിക്കറ്റർക്കും അവരുടെ യഥാർത്ഥ എബിലിറ്റി എന്താണോ അതിലാണ് ഇവാലുവേറ്റ്. ഞാൻ സ്റ്റേജിൽ പോയിട്ട് ഇപ്പം എന്താ പറയുന്നത്, ഒരു ഹിപ്പ് ഹോപ്പ് സോങ് ഞാൻ പാടി നോക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഞാൻ ചെയ്യേണ്ട പണിയല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ വളരെ നാരോ സ്പെക്ട്രം. ഞാൻ അതിൽ കംഫർട്ടബിളാണ്. ഞാൻ അതിൽ ഭയങ്കര എന്താ പറയുക, ഐ എം ഹംബിൾഡ് ബൈ ആർട്ട് ലൈക്ക് ദാറ്റ്. എന്നെക്കൊണ്ട് എല്ലാം ഒന്നും സാധിക്കില്ല. എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഭയങ്കര കുറവായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൽ മാക്സിമം ഞാൻ പ്രാക്ടീസും എഫേർട്ടും കമ്മിറ്റ്മെൻറ്റും സിൻസിയറിറ്റിയും ഒക്കെ കൊടുക്കുന്നു. അതിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നു. അപ്പം ആ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ ഒരു 100 പാട്ട് എടുത്തു കഴിഞ്ഞാൽ 98 പാട്ടും എന്നെക്കൊണ്ട് പാടാൻ പറ്റാത്ത പാട്ടായിരിക്കും. 98. ഹരീഷ്, എനിക്ക് ഇപ്പം ഹരിജിയെക്കുറിച്ച്, ഹരിജി എന്ന് പറയുന്നത് ആസ് യു സെറ്റ് എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗറാണ്. പലരുടെ ആയിരിക്കാം, പക്ഷേ കുഞ്ഞിലെ മുതൽ ഹരിജിയുടെ ഹസീർ, കാശ് അങ്ങനെയുള്ള എല്ലാ കേട്ട് വളർന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പുള്ളി എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഫേവറേറ്റ് സിംഗറാണ്. അങ്ങനെ പുള്ളിയുടെ ഒരു കോൺസെർട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി UK വെച്ചിട്ട്. ഞാൻ UK പോയി പുള്ളിയുടെ കോൺസെർട്ട് കാണാൻ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഞാൻ കരയാൻ തുടങ്ങി. കാരണം അത്രയും കാലങ്ങളായിട്ട് പുള്ളിയെ കാണാനുള്ളൊരു ആഗ്രഹം, ദൂരെ നിന്നാണ് കാണുന്നത്, അടുത്ത് പോലും കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അത് തന്നെ ഭയങ്കര ബ്ലിസ് മൊമെന്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം ഹരീഷിന് ഓ ദിൽ റുബ പുള്ളിയുടെ മുന്നിൽ പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളത്. എങ്ങനെയായിരുന്നു അത് പാടിയപ്പോൾ? മനസ്സിനകത്ത് എന്തായിരുന്നു ഇമോഷൻസ് പോയിക്കൊണ്ടിരുന്നത്? ഒന്നുമില്ല, ഞാനത് പാടാനൊന്നും ഇരുന്നതല്ല. ഞാൻ ആ ഷോയ്ക്ക് പോയപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഉദ്ദേശം, എനിക്ക് തോന്നുന്നത് ഞാൻ ജസ്റ്റ് ഹരിജിക്ക് എൻ്റെ എക്സിസ്റ്റൻസ് അറിയാം എന്നുള്ളത് തന്നെ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് നടക്കുന്ന സമയമാണ്. ഹരിജിക്ക് ഞാനെന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹരിജിക്ക് അറിയാം. എനിക്ക് എന്നെ സംബന്ധിച്ച് ആണ് ഏറ്റവും വലിയ ഗോൾഡ് മെഡൽ കിട്ടിയതിൻ്റെ മുകളിലാണത്. ഇങ്ങനെ ഒരാളുണ്ടെന്ന് പുള്ളിക്ക്, അല്ലാതെ ഞാൻ നന്നായിട്ട് പാടുമെന്നോ അതൊന്നുമില്ല. ഇങ്ങനെ ഒരു ചെറുക്കൻ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് വരെ. ഇപ്പം ഞാനവിടെ വാക്സിനിൽ ഇരിക്കുമ്പോൾ മറ്റേ പുള്ളി വന്നപ്പോൾ ഞാൻ പോയി, അപ്പം പുള്ളി വന്ന് സംസാരിച്ചു. അപ്പം എന്നോട് തന്നെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയാണ് പറഞ്ഞത്, തടി കുറയ്ക്കണം, ഇങ്ങനെ നടക്കലെന്നൊക്കെയാണ്. അപ്പം എനിക്ക് നല്ല വണ്ണമുണ്ട്, ഇപ്പോഴത്തെ കളക്കൂടെ ഒരു ഇരട്ടി വണ്ണമുള്ള സമയം. അപ്പം പുള്ളി വന്ന് ഇങ്ങനെ നടന്നാലൊന്നും പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല, പെട്ടെന്ന് ടയേർഡാവും, ഹെൽത്തൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം, വെയിറ്റൊക്കെ കുറച്ച് ലൂസ് ചെയ്യണം. അപ്പം അങ്ങനെ വന്നപ്പോൾ പുള്ളി അന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എന്താ പറയുക, നീ തന്നെ അങ്ങ് പാടിക്കോ, ഞാൻ അവിടെ ഇരിക്കാം. അങ്ങനെ വളരെ പാസിംഗ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിളിച്ച് പുള്ളി വെറുതെ പറഞ്ഞായിരിക്കും. അപ്പോൾ വിദ്യാജിയോട് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഹരീഷ് പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാടിയതാണ്. ഒരു വലിയൊരു പ്രീമെഡിറ്റേഷനൊന്നുമില്ല. പിന്നെ ഈ ഓതിലുമ്പോൾ ഞാൻ 6000 തവണ പാടിയിട്ടുണ്ട് ജീവിതത്തിൽ, പല ഗാനങ്ങളായിട്ടും പരിപാടിയായിട്ട്. അതുകൊണ്ട് അതൊരു പുതിയ സംഭവം അല്ലാത്തതുകൊണ്ട് കയറി അങ്ങ് പാടി, അത്രയേ ഉള്ളൂ. ഹരിജി എന്നല്ല, ഏതൊരു സിംഗറെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റിംഗ് ആയിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മൾ പലരിൽ നിന്നും കേട്ട് വളർന്ന, അല്ലെങ്കിൽ നമ്മൾ കേട്ട് ശീലിച്ച പാട്ടുകൾ നമ്മളേതായ രീതിയിൽ ആയിരിക്കും പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അത് ഞാൻ ഹരീഷിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ഹരീഷ് പാടുമ്പം ഹരിജിയാണോ എന്ന് തോന്നിയിട്ടുള്ള പല സിറ്റുവേഷൻസും ഞാൻ എൻ്റെ കൂട്ടുകാരോടാണെങ്കിലും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വോക്കൽ സിമിലാരിറ്റി കുറവാണ്. വോക്കൽ സിമിലാരിറ്റി എനിക്ക് തോന്നുന്നത്, വോയിസ് സിമിലാരിറ്റി ഭയങ്കര കുറവാണ്. വോയിസ് സിമിലാരിറ്റി എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, വീത്ര ഗോപി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് ഞാൻ കണ്ടതിലേക്കും ഏറ്റവും ഹരിജയായിട്ട് വോയിസ് സിമിലാരിറ്റിയും ഹരിജിനെ പുറപ്പെടുന്നത്. അതുപോലെ പുള്ളിയുടെ ശിഷ്യനുണ്ട് പൃഥ്വി ഗന്ധർവ്. ഇവർ രണ്ടുപേരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വോക്കൽ സിമിലാരിറ്റി. വെച്ചാൽ പെട്ടെന്ന് ഒരു സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാലേ ഇപ്പം നോക്കുമ്പോൾ ഹരിജി അല്ല, അപ്പോൾ അപ്പം നീയാണോ ഇപ്പോൾ പാടിയത് എന്ന് ചോദിക്കുന്നത്. അത്ര എൻ്റെ കേസിൽ ഞാൻ എൻ്റെ വോക്കൽ ട്രെയിനിങ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒത്തിരി ഹരിജിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്. ഹരിജി പാടുന്ന പോലെ ഹരിജിയുടെ ഒരു വോക്കൽ രീതി ഉണ്ടല്ലോ, ഒരു എക്സ്പ്രസ് ചെയ്യുന്നൊരു രീതി, അല്ലെങ്കിൽ ഒരു നോട്ട്സ് പാടുന്നൊരു രീതി. നമുക്ക് അതുപോലെ ഒന്നും എത്താൻ പറ്റിയില്ലെങ്കിലും അതുപോലെ ആവാൻ ആണ് ഞാൻ കൂടുതൽ എൻ്റെ ചെറുപ്പത്തിൽ സമയം ചിലവാക്കിയത്. അപ്പോൾ അതായത് നമ്മുടെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ്, 20 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 18 വയസ്സ് തൊട്ട് നമുക്കൊരു 30-35 വയസ്സാവുന്ന വരെയുള്ളൊരു സമയത്ത് നമ്മൾ ആരുടെ പാട്ടുകൾ പോലെയാണോ കൂടുതൽ പാടാൻ ശ്രമിക്കുന്നത്, സബ് കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ വോയിസും നമ്മളുടെ ഒരു സിംഗിങ് സ്റ്റൈലും ആ രീതിയിലേക്ക് മാച്ച് ആവും. അങ്ങനെ ആണ് എനിക്ക് കുറച്ച് ഹരിജിയുടെ പോലെ
ആവുന്നത് ഞാൻ പാടിയിരുന്നു എന്ന് വെച്ചാൽ അതൊരു പരോക്ഷമായിട്ടുള്ള ഇമിറ്റേഷനാണ്. എന്ന് വെച്ചാൽ ആക്ച്വലി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ ഞാൻ പൊട്ടിപ്പോവും, ചെയ്യാനേ പറ്റില്ല. സബ് കോൺഷ്യസ് ആയിട്ട് അത് കേട്ട് 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 കേട്ടിട്ട് ഇങ്ങനെ പുള്ളി പാടുന്ന മാത്രം കേട്ടിട്ടേ വന്നു പോകുന്നതാണ്. ഉദാഹരണത്തിന് ചില പാട്ടുകളൊക്കെ ഇപ്പോൾ പുള്ളിയുടെ തന്നെ പാട്ട് ഇപ്പോൾ മലകളെ പാടുമ്പം എന്തോ ഒരു എനിക്കറിയില്ല, ഞാൻ വർഷങ്ങളോളം കേട്ടിട്ടുണ്ടാവും ആ പാട്ട്, എണ്ണമൊന്നും പറയാൻ പറ്റില്ല. ഇഫ് ഐ ടേക്ക് ദ നമ്പർ ഓഫ് മിനിറ്റ്സ് ഐ ഹവ് ലിസൺ ടു ദാറ്റ് സോങ് ഇറ്റ് വിൽ റൺ ഇൻ ഇയേഴ്സ്. അപ്പോൾ അത് അറിയാതെ വരുന്നതാണ്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ശ്രമിച്ചു നോക്കിയാൽ പക്ഷേ പൊട്ടിപ്പോവും. ഹരിജിയെ പോലെ പാടാനേ ഒരു നാച്ചുറൽ അറ്റംപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ നല്ല മനോഹരമായിട്ട് കയ്യിൽ പോകാൻ ചാൻസുണ്ട്. സബ് കോൺഷ്യസ് ആയിട്ട് അങ്ങ് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു ഹരിജിയുടെ വോയിസ് പോലത്തെ ഒരു വോക്കൽ സ്പെക്ട്രമാണ് എൻ്റെ വോക്കൽ സ്പെക്ട്രം. ഭയങ്കര ഒരു ലോ ബാരിറ്റോൺ അല്ല, ലൈറ്റായിട്ടുള്ള വോയിസാണ്. അപ്പോൾ അതൊക്കെ നാച്ചുറലി പുള്ളിയുടെ പാട്ടിൽ പാടാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇറ്റ്സ് എ ബിറ്റ് ലൈക്ക് ദിസ്, നോ യുവർ ഇൻസ്ട്രുമെൻറ്റ് സിമിലർ ടു ഹിസ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്ന പോലെ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ പോലെ സൗണ്ട് ചെയ്യുന്നത്. ഞാൻ ഈ നമ്മുടെ സംഭാഷണം കഴിഞ്ഞ് ഞാൻ കേൾപ്പിച്ചു തരാം. പുള്ളിയാണോ പൃഥ്വിയാണോ എന്ന് അറിയാൻ പറ്റില്ല, കണ്ണടച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും വോയിസ്. എനിക്ക് തോന്നുന്നു ഇംപ്രവൈസേഷൻ്റെ ഒരു കിങ് ആണ് പുള്ളി. അത് പുള്ളി ഗസൽ ശാഖയിൽ നിന്ന് വരുന്ന ആളല്ലേ, നാച്ചുറലി അതിൻ്റെ കോറ് തന്നെ ഇംപ്രൂവ് എന്നുള്ളതാണ്. അപ്പം അത് പിന്നെ പുള്ളി ഫിയർലെസ് ആണ്. മറ്റെല്ലാവരും പേടിച്ചിരുന്ന കാലത്ത് തന്നെ പുള്ളി അത് ധൈര്യമായിട്ട് പുള്ളി ചെന്നത് ചെയ്തു. അതൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷൻ അല്ലേ. എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഇങ്ങനെ അതുപോലെ ചെയ്യുമ്പം പുള്ളി ഒട്ടും പിന്നെ പുള്ളിക്ക് ക്രിറ്റിസിസം ഇല്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്. പുള്ളിയെ എന്തോരം ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്ത് കാണും പുള്ളിയുടെ വരുന്ന സമയത്ത്. പക്ഷെ പുള്ളി അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഒരു ഇന്നത്തെ ഏറ്റവും വലിയ ലെജൻഡായിട്ട് പുള്ളി നിൽക്കുന്ന സമയം. 100%. ടെക്നോളജി മീറ്റ്സ് മ്യൂസിക്, അങ്ങനെ പറഞ്ഞ് ഞാൻ തുടങ്ങാം. അതായത് ഓൺട്രപ്രണറാണ് ഹരീഷ്, അല്ലെങ്കിൽ എൻജിനീയറാണ്, യു ആർ എ ഡിസൈനർ ആൻഡ് മ്യൂസീഷ്യൻ. ഇതിനകത്തുനിന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് എനിക്കിതെല്ലാം ഈക്വൽ ഷെയർസിൽ ഇഷ്ടമാണ്. അത് ഓരോ സമയത്ത് എനിക്ക് ഓരോ താല്പര്യമാണെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു യൂണിഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല. എനിക്കൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ മ്യൂസിക് മാത്രമായിട്ട് എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബോറടിക്കും. ഞാനൊരു ഷോസ് ബിക്കോസ് യു ക്യാൻ മീറ്റ് പീപ്പിൾ ആ സ്റ്റേജിൻ്റെ അഡ്രിനാലിനൊക്കെ കിട്ടും. പക്ഷേ അതൊന്നും അല്ല, അതൊരു മ്യൂസിക് പ്രൊഡക്ഷൻ ഒരു ജോലിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം വർക്ക് ചെയ്യാൻ തന്നെ എനിക്ക് ബോറടിക്കും. അതേപോലെയാണ് ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് ഈ മൾട്ടിപ്പിൾ ബക്കറ്റ്സിൽ സമയം കൊടുക്കാൻ പറ്റുന്നതുള്ളതാണ് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. അപ്പോൾ ഞാൻ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡിസൈനറായിട്ട്, മാർക്കറ്റിംഗ് പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറായിട്ടോ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറായിട്ടോ ഒക്കെ ഞാൻ പ്രവർത്തിക്കുന്നതിലൊക്കെ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ എനിക്ക് ബോർഡമും ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. എൻ്റെ ലക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചിവിടെ കുറച്ചവിടെ കുറച്ചായിട്ട് കൂടെ നിൽക്കുന്നതുകൊണ്ട് ഓവറോൾ എനിക്ക് നല്ലൊരു എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് ലിവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എല്ലാം നിർത്തിയിട്ട് മ്യൂസിക് മാത്രം നോക്കിയാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു കാരണം എന്താണെന്ന് പറയുക, എനിക്കൊരു പക്ഷേ ഒരു 1 വീക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 ദിവസം നല്ല മോശം ക്രിയേറ്റീവ് അവസ്ഥയായിരിക്കും, ഒന്നും ഐഡിയ ഒന്നും വരാത്ത. അപ്പോൾ ഫ്രസ്ട്രേറ്റ് ആയി പോകും. ഇതിപ്പം ഇതല്ലെങ്കിൽ വേറൊരു പരിപാടി ഉണ്ടല്ലോ, ഇതല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോയിരിക്കാം. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി, എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടാണ്. നമുക്ക് ഞാൻ മെല്ലെ റാപ്പപ്പ് ചെയ്യാണ്. കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത്. ഐ ഡോണ്ട് കോൾ ഇറ്റ് ആസ് എ റാപ്പിഡ് ഫയർ. ഫസ്റ്റ് പേ ചെക്ക് ഫ്രം ടെക് ഓർ ഫസ്റ്റ് പേ ചെക്ക് ഫ്രം മ്യൂസിക്, വിച്ച് ഫെൽറ്റ് ബെറ്റർ? From work. From work, of course. Your most used word in the studio? Ayyo. The wildest fan moment you have ever had? ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ച് കരയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? വൈൽഡസ്റ്റ് ഫാൻ മൊമെന്റ്, വൈൽഡസ്റ്റ് അല്ല, ദ മോസ്റ്റ് ടച്ചിങ് ഇസ് ഒരു പാരാപ്ലജിക് ആയിട്ടുള്ള ഒരു വ്യക്തി തിരക്കിനിടയിൽ കൂടെ ഉന്തിത്തള്ളി എന്നെ കാണാൻ വന്നു. ഓക്കെ. പുള്ളീനെ ഒരുപാട് പേര് പുഷ് അറൗണ്ടൊക്കെ ചെയ്തിട്ടും പുള്ളി എൻ്റെ അടുത്തേക്ക് വന്നു. അത് ഭയങ്കര ഐ തിങ്ക് ഇറ്റ് ടച്ച്ഡ് മീ സോ ഇമോഷണലി. അതൊരു വൈൽഡായിട്ടൊന്നും ഞാൻ വിളിക്കില്ല, പക്ഷേ ഇറ്റ് മെയ്ഡ് മീ ഫീൽ so grateful to myself. Yes. And for the luck that I have. Yes. Biggest misconception about Harish Sivaramakrishnan? That I am a rude person. Really?
And you don't want to change that. Let it be like that. മിസ്കൺസെപ്ഷൻ അല്ലേ, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. The most difficult song. അതിനേക്കാളും വലിയ മിസ്കൺസെപ്ഷൻ ഇസ് ദാറ്റ് ഐ ആം ആൻ അഡിക്റ്റ്. Okay. Generally, I'm an addict. I'm not sober. I'm probably always drunk or I'm smoked up. The reality is, the people that know me, I don't drink or smoke. Yeah. The most difficult song you have ever sung and why? Rangapura Rangapura Vihara. If Agam were a movie genre, what would it be? Art house. Art house. ഒന്നുകൂടെ ഉണ്ട്, പക്ഷെ I don't know whether I should ask you that. Yes, go ahead. What is the worst advice you got? You'd like advice, like to hear advices? What is the worst advice that I got? Yeah. So many, but the worst would be to follow my passion. It's the worst advice to give, the worst advice to get. To get. Yeah. എന്താ കാരണം ഞാൻ തിരിച്ച് പുള്ളിയുടെ ഞാൻ പിന്നെ അത് പറഞ്ഞ ആളുടെ പോയി ചോദിച്ചായിരുന്നു, വാട്ട് യു മീൻ ബൈ ദാറ്റ്. പുള്ളിക്കും അറിയില്ല, വെറുതെ അടിച്ചു വിട്ടതാ. എന്താ എൻ്റെ പാഷൻ ശരിക്കും? ടെക്നിക്കലി ഐ എം ഫോളോയിങ് മൈ പാഷൻ. എൻ്റെ ഒരിക്കലും ഒറ്റ പാഷനേ ഉള്ളൂ. ഞാൻ ഇത്ര 45 വർഷം ജീവിച്ചിട്ട് ഞാൻ തീരുമാനത്തിലെത്തി. ഐ ലൈക്ക് ടു മേക്ക് മണി. 100%. ദാറ്റ്സ് ദി ഓൺലി പാഷൻ ഐ ഹാവ്. Yeah. എവറിത്തിങ് എൽസ് ഇസ് വെരി ഡിസ്പെൻസിബിൾ. മ്യൂസിക് ഇസ് മൈ പാഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പാടിക്കൊണ്ടിരുന്ന വട്ട് പിടിക്കും, ഇറങ്ങി ഓടാൻ തോന്നുന്നു. നിങ്ങളോട് 24 മണിക്കൂർ ഈ മറ്റേ ഫിലിം മേക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? അറിയാം, ഇതിപ്പോൾ ഫിലിം മേക്കിംഗ് ഇഷ്ടമായിട്ടാണല്ലോ ഈ പണിക്ക് ഇരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അതാണ് സംഭവിക്കുന്ന ഭൂരിപക്ഷം. ഇഫ് യു ഹാവ് ടു മേക്ക് ഫിലിംസ് ലൈക്ക് ദാറ്റ്, ദെൻ എല്ലാ ചപ്പും ചവറും തല്ലിപ്പുളിയും തേങ്ങയും വാങ്ങി എല്ലാം എടുക്കേണ്ടി വരും. കാരണം സർവൈവ് വേണ്ടേ. Correct.